ശബരി പോലും പറഞ്ഞിട്ട് അനുസരിക്കാത്ത ദയ മാഷിനെ അനുസരിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. ഏട്ടത്തി അമ്മയുടെ ഒപ്പം പോയത് എനിക്കൊരു പ്രതീക്ഷ. ആ പോസ്റ്റ് ഏട്ടത്തിക്കും കൂടി അപമാനമാണെന്ന് എല്ലാരും കൂടെ പറഞ്ഞ ദയക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് അനുചേച്ചിക്ക് കൂടിയുള്ള മറുപടിയാണെന്ന് ദയ പോസ്റ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവളെ ആർക്കും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെ തന്നെയാ. എല്ലാവരും കൂടി റിക്വസ്റ്റ് ചെയ്ത് ദയയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റിയാൽ അത് ഭാഗ്യം. അമ്മ എന്താ ഒറ്റയ്ക്ക്? ഏട്ടത്തി ഇവിടെ? അവളവിടെ വീട്ടിൽ തന്നെ നിൽപ്പുണ്ട്. ഞാൻ മാനം കെട്ട അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. എന്നാലും ഇങ്ങനൊരു കൊടുംചതിയിൽ ഞാൻ പെട്ടുപോയല്ലോ ദൈവമേ. ചതിയോ? ഇതെങ്ങനെയമ്മ ചതിയാവുന്നത്? ഓൺലൈനിൽ നമ്മുടെയൊക്കെ വീഡിയോ വന്നതുപോലെ ദയ അവളുടെ അഭിപ്രായം പോസ്റ്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ. ഇതൊന്നും ദയയുടെ മാത്രം കളിയല്ല. എനിക്ക് തോന്നുന്നതേ അനന്തമാഷും മക്കളും കരുതിക്കൂട്ടി എന്നെ ഇങ്ങനെ ഒരു കെണിയിൽ പെടുത്തിയതാണെന്നാ. നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തി തോൽപ്പിക്കുക, അത് കണ്ട് മാറി നിന്ന് ചിരിക്കുക, അതാ അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അച്ഛനും മക്കളും കൂടി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാ എല്ലാം. അതെ, അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചാടി ഇറങ്ങിയത് അനു അവളുടെ വീട്ടുകാരും പറഞ്ഞിട്ടാണോ? പിന്നല്ലാതെ. അനുഭവം നിന്നോട് പറഞ്ഞില്ലടാ അമ്മ മത്സരിച്ചാ ജയിക്കുമെന്ന്. അവള് മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാ എനിക്ക് ഇതിനുള്ള ധൈര്യം കിട്ടിയത്. അങ്ങനെയല്ലല്ലോ സോന പറഞ്ഞത്. അനുചേച്ചി മത്സരിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോ അമ്മ ചാടിക്കേറിയത് ഏറ്റെടുക്കാൻ നോക്കിയെന്നാണല്ലോ സോന പറഞ്ഞേ. അത് പിന്നെ അമ്മ ആദ്യം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നുള്ളത് സത്യം. അപ്പൊ തന്നെ ഏട്ടത്തി അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്താ അനു അമ്മയെ സപ്പോർട്ട് ചെയ്തതും ഒരു തെറ്റാണോ സോനെ? അതിന് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഏട്ടാ. ഏട്ടത്തി അമ്മയെ പ്രോത്സാഹിപ്പിച്ചത് ആത്മാർത്ഥമായിട്ടാണെന്നാ എനിക്കിതുവരെ തോന്നിയിട്ടുള്ളത്. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുന്നത് നല്ലത്. വേറെ ആരെയൊക്കെ അമ്മ സംശയിച്ചാലും ഏട്ടത്തി അമ്മയെ ചതിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാ ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ആരും. അമ്മ ഇപ്പൊ ചിന്തിക്കുന്നത് അനുപമയോട് താൻ ഇത്രയും ദ്രോഹം ചെയ്തിട്ടും അവിടെ എന്തിനാ വീഡിയോയിൽ അമ്മയെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞെന്നായിരിക്കും. അതേടാ, അവള് നല്ലത് പറയുക, അത് ലോകം മുഴുവൻ അറിയുക, അതിനുശേഷം അവളുടെ അനിയത്തി ഉള്ളതും ഇല്ലാത്തതുമായ ദോഷങ്ങളൊക്കെ വിളിച്ചു പറയുക. അതിന്റെ പേരിൽ എനിക്കെല്ലാം നഷ്ടപ്പെടുക. അപ്പൊ പിന്നെ എനിക്കങ്ങനെ സംശയിച്ചു കൂടെടാ. ഏട്ടത്തിയോടും വീട്ടുകാരോടും ഈ രീതിയിൽ സംസാരിച്ചിട്ടാണോ അമ്മ ഇപ്പൊ വരുന്നത്? എന്റെ പഴയ സ്വഭാവം വെച്ച് എല്ലാത്തിനും കണക്ക് തീർത്ത് വരേണ്ടതാ ഞാൻ. പക്ഷേ ആവശ്യക്കാരി ഞാനായി പോയല്ലോ. അതുകൊണ്ട് ഒരവസരം കൂടി ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അവള് ദയയോട് സംസാരിച്ച ആ പോസ്റ്റ് പിൻവലിപ്പിച്ച അനുപമ എന്റെ കൂടെ ആത്മാർത്ഥമായിട്ടാ നിന്നെന്ന് ഞാൻ വിശ്വസിക്കും. ഇല്ലെങ്കിൽ ബാക്കി ഞാൻ അപ്പ പറയാം. ദേ, എനിക്കറിയായിരുന്നു നീ ഇന്ന് തന്നെ തിരിച്ചു വരുമെന്ന്. അതെന്താ? ദയയുടെ വാക്കിനും വാശിക്കും അത്ര ആയുസുള്ളൂ എന്ന് വിചാരിച്ചോ? അയ്യോ അതല്ല, അവിടെ പോയാ അച്ഛൻ ദയെ ഉപദേശിച്ച് തിരുത്താതിരിക്കൂ. ഓ, അല്ല ഒന്നുമല്ലെങ്കിലും നീയിട്ട പോസ്റ്റ് അനുപമയ്ക്ക് കൂടി ദോഷം ചെയ്യുന്നല്ലേ? അത് നീ പിൻവലിച്ചു കാണോ അല്ലേ ദേ?
എന്റെ പൊട്ടി പിൻവലിക്കും. എന്റെ പൊന്നു മോളെ, നീ ആ പെണ്ണ്. നമ്മൾ ഒരു തീരുമാനം എടുത്താ അതീ നമ്മൾ ഉറച്ചു നിൽക്കണം. അല്ലാതെ ഈ അനിതയെ പോലെ എല്ലാരെയും പേടിച്ച് അടിമയെ പോലെ ജീവിച്ചിട്ട് എന്താ കാര്യം? ആ പോസ്റ്റ് പിൻവലിക്കാനേ 4 പാട് നിന്നും സമ്മർദ്ദം ഉണ്ടായി കാണുമല്ലേ? അവസാനം പൊറുതിമുട്ടിയപ്പോ നീങ്ങി പോന്നതാണോ? അതെ, പഞ്ചരത്നത്തിലായിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരില്ലായിരുന്നു. ആ വീട് എനിക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ. ഇത് അനുചേച്ചിയുടെ പേരിലുള്ള വീടായിപ്പോയി. ചുരുക്കി പറഞ്ഞ അവിടെ ഉള്ളവരുടെ കൂടി സ്വസ്ഥത കെടുത്തിയിട്ട് നീ എങ്ങ് പോന്നു എന്നർത്ഥം. അതെ, എന്റെ അച്ഛന്റെയും ചേച്ചിമാരുടെ അടുത്ത് പോയി ഞാൻ എന്ത് ചെയ്തു എന്ന് ശബരിയേട്ടൻ അന്വേഷിക്കണ്ട. അത് ഞങ്ങളുടെ കുടുംബക്കാരിയാ. നീ ആ കുടുംബത്തിൽ നിന്ന് എന്റെ കൂടെ ഒളിച്ചോടി വന്നതൊന്നുമല്ലല്ലോ. ഞാനും അച്ഛനും കൂടെ വന്ന് നിന്നെ പെണ്ണ് കണ്ട് നാട്ടുനടപ്പനുസരിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതല്ലേ. ആ കുടുംബത്തിൽ കൂടെ ഓർത്താ ഇപ്പോഴും ഞാൻ നിന്നെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഹോ, അപ്പോ ശബരിയേട്ടൻ എന്നെ ഡിവോഴ്സ് ചെയ്യുമായിരുന്നല്ലേ? എങ്കിൽ പിന്നെ ഡിവോഴ്സ് ചെയ്യ്. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അഡ്ജസ്റ്റ് ചെയ്യാ പോലും. മതിതേ, നീ പറയുന്നതൊക്കെ കുറച്ച് കൂടുതലാ. ഇത്രയ്ക്കൊന്നും വേണ്ട. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എന്നെ ഇവിടെ ഭരിക്കാൻ വരാത്തത് നിങ്ങൾ മാത്രമായിരുന്നു. ഞാൻ ഭരിക്കാൻ വന്നതൊന്നും അല്ല. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാ. നിന്നേക്കാൾ 7 വർഷം മുമ്പ് ഞാൻ ഈ വീട്ടിൽ വന്നതാ. എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടെ നിക്ക്. നീ പോയപ്പോ ഇവിടെ സുശീലാന്റി വന്നിരുന്നു. ഇനി ആരെങ്കിലും വരുമോ നിന്നെ അന്വേഷിച്ച്? സുശീൽ ആന്റിയെ ഞാൻ അവിടെ വെച്ച് കണ്ടു. അവർക്കുള്ളത് കൊടുക്കുകയും ചെയ്തു. ഇനി അതിന്റെ പേരിൽ ആരും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. ആരും. ചേച്ചിയാ ഇതിനെല്ലാം കാരണം. അവളെ ഓരോന്ന് പറഞ്ഞ് ഇളക്കി വിട്ടതും ഓൺലൈനിൽ പോസ്റ്റ് ഇടിച്ചതും ചേച്ചിയും തന്നേട്ടനും കൂടി. അയ്യോ, ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞത് ശബരി? ആ ദേ, ഇവളായിരിക്കും അല്ലേ? എടി, നീ എനിക്കിട്ട് ശരിക്ക് പണിയുന്നുണ്ടല്ലോ. ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് സത്യം മാത്രമാ. ഓ, കുറെ കാലമായിട്ട് ഞാനിത് കാണുന്നുണ്ട്. ആ, തന്നേട്ടനകത്ത് പനിച്ചു കിടക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഈ അവസ്ഥയില് എനിക്ക് എല്ലാവരുടെയും സഹായം കൂടിയല്ലേ തീരൂ. അതെപ്പോഴും ഓർക്കുന്നത് നല്ലതാ. ഈ കുടുംബം ഒരുമിച്ച് പോയാലേ എല്ലാവർക്കും നിലനിൽപ്പുള്ളൂ. ധനേട്ടന് പനിയുടെ മരുന്ന് കൊടുക്കുന്ന കൂട്ടത്തിലേ ഇതുകൂടെ പറഞ്ഞു കൊടുത്തേക്ക്.